ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലസ് ടു സോഷ്യോളജിയിലെ തുല്യതാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു സോഷ്യോളജിയിലെ പാർട്ട് സെക്കൻഡിലെ 6ാമത്തെ പാഠം അഥവാ 12ാമത്തെ പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യോളജിയിലെ 12ാമത്തെ പാഠമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ആഗോളവൽക്കരണവും സാമൂഹിക മാറ്റം. ഗ്ലോബലൈസേഷൻ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആഗോളവൽക്കരണം, ആഗോളവൽക്കരണത്തിന് ശേഷം ഇന്ത്യൻ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്, അതിൻ്റെ ഗുണങ്ങൾ അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. വളരെ എളുപ്പമുള്ള പാഠമാണ്. നമുക്ക് പരിചയമുള്ള പല കാര്യങ്ങളാണ്, നമ്മൾ ഈ അടുത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ നോക്കി പോകണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, ഡിഫറെൻറ്റ് ഡയമെൻഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ നോട്ട്സിൽ ഇതൊക്കെ പറയുന്നുണ്ട്. നോട്ട്സ് വെച്ചിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം നേരിട്ട് നോട്ട്സിലേക്ക് പോകാം. ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ചസ് എന്നുള്ള പാഠത്തിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷൻസും അതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആഗോളവൽക്കരണവും സാമൂഹിക മാറ്റവും. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് മുംബൈ ആണ്. അതൊക്കെ സിമ്പിളായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ സേവനം നിലവിൽ വന്നത് 1995 ഒരു കേന്ദ്രത്തിൽ വൻതോതിലുള്ള ഉൽപ്പാദനം നടത്തുന്നതിനെ ഫോർഡിസം എന്ന് പറയുന്നു. ദെൻ കുറഞ്ഞ ചെലവിൽ തൊഴിലാളികളെ ലഭിക്കുന്നതിനനുസരിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉൽപ്പാദനം നടത്തുന്നതിനെ പോസ്റ്റ് ഫോർഡിസം എന്ന് പറയപ്പെടുന്നു. WTO എന്ന് പറഞ്ഞാൽ ലോക വ്യാപാര ബന്ധങ്ങളെ നിയന്ത്രിക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ഏജൻസിയാണ് WTO. ദെൻ 2 മാർക്ക് പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ഗ്ലോബലൈസേഷൻ, എന്താണ് ആഗോളവൽക്കരണം? ആശയങ്ങൾ, മൂലധനം, ചരക്കുകൾ, ജനങ്ങൾ എന്നിവയുടെ ദേശാതിർത്തി കടന്നുള്ള പ്രവാഹത്തെയാണ് ആഗോളവൽക്കരണം. ഒരു ലിമിറ്റേഷൻസും ഇല്ലാതെ ആശയങ്ങളും അതുപോലത്തെ മൂലധനങ്ങളും ചരക്കുകളും സേവനങ്ങളും ജനങ്ങളും എല്ലാം ദേശാതിർത്തി കടന്നിട്ടുള്ള പ്രവാഹത്തെയാണ് നമ്മൾ ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ മുഖ്യ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇതിൻ്റെ സെൽഫ് സഫിഷ്യൻറ്റിനേക്കാൾ അതിന് നേരെ ഓപ്പോസിറ്റാണ്. പരസ്പരാശ്രയത്വമാണ് ഒരു മറ്റുള്ളവരുടെ മായിട്ടുള്ള ഒരു നിലനിൽപ്പ്, അതാണ് പരസ്പരാശ്രയത്വം. അതുപോലെ തന്നെ സ്വയാശ്രയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, സാമ്പത്തിക ശക്തികൾ, അതുപോലെ തന്നെ ഘടകങ്ങൾ, രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഗ്ലോബലൈസേഷൻ ഒന്നും കൂടി ഇൻറ്റൻസീവ് ആക്കി എന്നുള്ളതാണ്. ദെൻ ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ വേഗതയും തീവ്രതയും വർദ്ധിപ്പിക്കുന്നു എന്നുള്ള. ആഗോളവൽക്കരണത്തിൻ്റെ വിവിധ ഡയമെൻഷൻസുകൾ, വിവിധ മാനങ്ങൾ വിശദമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എക്കണോമിക് ഡയമെൻഷൻസ് ആണ്. ഇന്ത്യൻ സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ന്യൂ എക്കണോമിക് പോളിസി മുഖേനയാണ്. 1991 പുതിയ പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദാരവൽക്കരണമായിരുന്നു. ഉദാരവൽക്കരണ സാമ്പത്തിക നയം രാജ്യാന്തര കോർപ്പറേറ്റുകളെയും ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ, ഭാരരഹിത സമ്പദ് വ്യവസ്ഥ, അതുപോലെ തന്നെ ധനകാര്യത്തിന്റെ ആഗോളവൽക്കരണം എന്നിവയാണ് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന സാമ്പത്തിക മാനങ്ങൾ. സാങ്കേതിക മാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗോള വിനിമയങ്ങൾ, നമ്മുടെ മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ് പോലുള്ള കാര്യങ്ങളാണ്. എന്താണ് ലിബറലൈസേഷൻ? ഓക്കെ, ലിബറലൈസ്ഡ് എക്കണോമിക് പോളിസി, ഉദാരവൽക്കരണ സാമ്പത്തിക നയം എന്നാൽ എന്ത് എന്നാണ്? 1991 ഇന്ത്യ ന്യൂ എക്കണോമിക് പോളിസിയിൽ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോക വിപണിക്ക് തുറന്നു കൊടുക്കുക, അതുപോലത്തെ ലോക വിപണിക്ക് തുറന്നു കൊടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങളാണ് ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സ്വതന്ത്ര വിപണിക്ക് ലേസേ ഫെയർ ഊന്നൽ നൽകി വ്യാപാരത്തിന് മേലുള്ള നിയന്ത്രണങ്ങളും ധനകാര്യ നിയമങ്ങളും എടുത്തു കളയുകയും അത് പ്രാധാന്യം നൽകി.
ദെൻ രാജ്യാന്തര കോർപ്പറേഷനുകൾ എന്ന് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസുകളൊക്കെ പറയുന്നു ഒന്നിലധികം രാജ്യങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കമ്പോള സേവനങ്ങൾ നടത്തുന്ന കമ്പനികളെയാണ് രാജ്യാന്തര കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് തുടങ്ങിയ ഇലക്ട്രോണിക് വിനിമയ ശൃംഖല ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്തെയും നിമിഷ നേരം കൊണ്ട് പണമയക്കാൻ സാധിച്ചുകൊണ്ട് പണത്തിന്റെ കൈമാറ്റം എളുപ്പമാക്കി തീർക്കുന്നതിനെയാണ് ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ദെൻ ജ്ഞാന സമ്പദ് വ്യവസ്ഥ ഉണ്ട്, നോളജ് എക്കോണമി. ഭൗതിക വസ്തുക്കളുടെ രൂപകൽപ്പന, വികസനം, സാങ്കേതിക വിദ്യ, മാർക്കറ്റിംഗ്, വിൽപ്പന, സേവനം എന്നിവയിൽ തൊഴിലാളികളും പ്രൊഫഷണലുകളും ഏർപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണ് ജ്ഞാന സമ്പദ് വ്യവസ്ഥ. ഓക്കെ, ഭൗതിക വസ്തുക്കളുടെ രൂപകൽപ്പന, വികസനം, സാങ്കേതിക വിദ്യ, മാർക്കറ്റിംഗ്, വിൽപ്പന, സേവനം എന്നിവയിൽ തൊഴിലാളികളും പ്രൊഫഷണലുകളും ഏർപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണ് ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. എന്താണ് ഡിജിറ്റൽ വിഭജനം എന്ന് പറഞ്ഞാൽ? നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ വിനിമയ സൗകര്യത്തിൽ ചില ഇടങ്ങളിൽ ലഭ്യമാണ്, എന്നാൽ ചിലയിടങ്ങളിൽ ഇത് ലഭ്യമല്ല. അതാണ് ഡിജിറ്റൽ. ചില ഭാഗത്ത് നല്ല നെറ്റ്വർക്ക് ഫെസിലിറ്റീസും കാര്യങ്ങളും കിട്ടും, അതേസമയത്ത് ചില ഭാഗങ്ങളിൽ. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ ഡിഫറൻഷ്യേറ്റ് ആണിത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവിഷൻ ആണിത്. പിന്നെ ആഗോളവൽക്കരണം തൊഴിലും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുക. ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആഗോളവൽക്കരണത്തെ തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പുതിയ തൊഴിൽ വിഭജനം ഉയർന്നു വന്നു. മൂന്നാം ലോക നഗരങ്ങളിൽ കൂടുതൽ ഉൽപാദനവും തൊഴിലും നടക്കുന്നു. ഔട്ട്സോഴ്സിങ്, പുറം തൊഴിൽ കരാറും അതുപോലെ തന്നെ കരാർ തൊഴിലുകളും ഉയർന്നു വന്നു. അതായത് ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് ജോലികൾ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പിംഗിലുള്ള സർവീസിനെ അവർ ആശ്രയിക്കുന്നതാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് ഒക്കെ പറയുന്നത്. നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളിലെ യുവാക്കൾക്ക് ആഗോളവൽക്കരണവും വിവര സാങ്കേതിക വിദ്യയിലെ വിപ്ലവവും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു അവർക്ക് നൽകി എന്നാണ്. സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് ഉന്നതമായിട്ടുള്ള തൊഴിലവസരങ്ങൾ നൽകി, എന്നാൽ മറ്റു വിഭാഗങ്ങൾക്ക് ചെറിയ തൊഴിലുകൾ ചെയ്യുകയും അവരുടെ തൊഴിൽ സുരക്ഷ നഷ്ടപ്പെടുകയും ചെയ്തു. ദെൻ ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാം? സോഷ്യലിസത്തിന്റെ തകർച്ച. 1990 സോഷ്യലിസത്തിന്റെ ഏറ്റവും നല്ല ഒരു മാതൃകയായിരുന്നു റഷ്യയുടെ തകർച്ചയാണ്. അതുപോലെ തന്നെ അന്തർദേശീയവും പ്രാദേശികമായിട്ടുള്ള സംഘടനകൾ വന്നിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്, സാർക്ക്, ആസിയാന്, സാഫ്റ്റ് പോലത്തെ സംഘടനകളെ രൂപം കൊണ്ടിട്ടുണ്ട്. അന്തർദേശീയ ഗവൺമെന്റ് സംഘടനയും അതുപോലെ തന്നെ അന്തർദേശീയ ഗവൺമെന്റ് ഇതര സംഘടനകളുടെയും ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യാന്തര വ്യാപ്തിയിലുള്ള ഒരു പ്രത്യേക പ്രവർത്തനം മണ്ഡലത്തിലേക്ക് നിയന്ത്രിക്കാനോ മേൽനോട്ടം വഹിക്കാനോ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് നമ്മൾ അന്തർദേശീയ ഗവൺമെന്റ് സംഘടന എന്ന് പറയുന്നത്. ദെൻ അന്തർദേശീയ ഗവൺമെന്റ് ഇതര സംഘടന എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ദെൻ അവ സ്വതന്ത്ര സംഘടനയാണ്. അന്തർദേശീയ പ്രശ്നങ്ങളിൽ ശ്രദ്ധേയമാകുന്ന നയങ്ങളും തീരുമാനമെടുക്കുകയാണ്. ഉദാഹരണം ഗ്രീൻ പീസ്, റെഡ് ക്രോസ് പോലത്തെ കാര്യങ്ങൾ. ദെൻ ഏകാത്മക എന്നാൽ എന്തല്ലേ? ദെൻ ഏകാത്മകത എന്നാൽ എല്ലാ സംസ്കാരത്തെയും സമാനമായി തീരുക എന്നാണ് ഏകാത്മകത എന്ന് പറയുന്നത്. സംസ്കാരം ആഗോളവൽക്കരിക്കപ്പെടുമെന്ന് ഈ പ്രക്രിയ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആഗോളവൽക്കരണം ഇൻറ്റൻസീവായിട്ടും നടപ്പിലായിട്ട് എല്ലാ സംസ്കാരവും ഒന്നായി തീരുക എന്നുള്ളതാണ്. ഗ്ലോക്കലൈസേഷൻ എന്നാൽ എന്ത് എന്ന് ചോദ്യം വരാറുണ്ട്. ആഗോള സംസ്കാരവും അതുപോലെ തന്നെ പ്രാദേശിക സംസ്കാരം തമ്മിൽ നടത്തുന്ന ഇടകലരലുകളിനെയാണ് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ സംസ്കാരത്തിന്റെ ആഗോളവൽക്കരണം വിശദമാക്കുക. സ്വന്തം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വിദേശ കമ്പനികൾ സ്വീകരിച്ച നയത്തെയാണ് സംസ്കാരത്തിന്റെ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. സ്വന്തം ഉൽപ്പന്നം വിറ്റഴിക്കാൻ പ്രാദേശിക സംസ്കാരത്തെ ഉപയോഗിക്കുന്നതിനാണ് അത്. പ്രാദേശിക സംസ്കാരങ്ങളുടെ സ്വഭാവം അനുസരിച്ച് കമ്പനികൾ ഉൽപ്പന്നങ്ങളെ ക്രമീകരിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു. then എന്താണ് കൺസ്യൂമർ അതായത് ബിഹേവിയർ അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരം? ആഗോളവൽക്കരണം ഉപഭോഗം സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും വീട്ടിൽ അരി ഉൽപ്പാദിപ്പിക്കുന്നതിന് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് അത് കൺസ്യൂം ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. ആഗോളവൽക്കരണം